ഹായ് ഹലോ നമസ്കാരം. വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൺഡേ നമുക്കൊരു ബോംബെ ബിരിയാണി ആയാലോ? ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് ബിരിയാണി എന്ന് പറഞ്ഞാൽ. ബിരിയാണി പല വിധത്തിലും ഉണ്ട്. തലപ്പാക്കട്ടി ബിരിയാണി ഉണ്ട്, ബ്രൗൺ ബിരിയാണി ഉണ്ട്, ഒരുപാട് ബിരിയാണി ഉണ്ട്. അതിലൊരെണ്ണം എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ബോംബെ ബിരിയാണി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ബോംബെ ബിരിയാണിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഞാനൊരു വലിയ ഗ്ലാസ്സിന് 2 ഗ്ലാസ് ബാസ്മതി അരിയാണ് എടുത്തിരിക്കുന്നത്. അതിനെ ഞാൻ ആദ്യം തന്നെ വേവിക്കാൻ വെക്കുകയാണ്. വയനേല, പട്ട, ഗ്രാമ്പ്, ഏലക്ക, തക്കോലം എല്ലാം ഇട്ടിട്ട് നമ്മളൊരു ഹാഫ് വേവാണ് ആക്കുന്നത്. ഹാഫ് വേവ് ആക്കിയാലേ ദമ്മിടുമ്പോൾ കറക്റ്റ് ആയിരിക്കുള്ളൂ. അപ്പം വെന്തോ ചോദിച്ചാൽ ഫുള്ളായിട്ട് വേവാൻ പാടില്ല. ജസ്റ്റ് ഒരു 30% കൂടി 30 to 50% ഇടയിൽ ഒന്ന് ആക്കിയിട്ട് വാർത്തങ്ങോട്ട് വെക്കുക. അതവിടെ ഇരിക്കട്ടെ. ഇനി ഒരു 1.5-2 കിലോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. ബിരിയാണി കട്ട് തന്നെ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 സ്പൂണ് വലിയ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് നമ്മുടെ മഞ്ഞൾപ്പൊടി, അതേമാതിരി തന്നെ കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. കാശ്മീരി ചില്ലി പൗഡർ 1.5 സ്പൂണോളം ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഒരു വലിയ 2 സവോള നീളത്തിൽ മുറിച്ചത് അതും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു വലിയ തക്കാളി, ആ തക്കാളി നീളത്തിൽ മുറിച്ചത് ഇട്ടിട്ടുണ്ട്. അതേമാതിരി തന്നെ മല്ലിയില, പുതിനയില. ഈ ഒരു മസാല നമ്മൾ ചിക്കനിൽ പുരട്ടി വെക്കണ്ടല്ലോ, ഇത് തലേദിവസമാണ് ചെയ്യുന്നത്. തലേദിവസം പുരട്ടിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കും. എന്നിട്ട് അടുത്ത ദിവസമാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി ഇതിലേക്ക് ഷാനിൻ്റെ ബോംബെ മസാലയാണ് യൂസ് ചെയ്യുന്നത്. ബോംബെ ബിരിയാണി മസാലയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് ബിരിയാണി മസാല വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ല. ഇനി ആ ബിരിയാണി മസാല 1.5 സ്പൂണോളം ഇട്ട് കൊടുത്തിട്ട് ഒരു വലിയ സ്പൂണിന് 2 സ്പൂണോളം തൈര് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇതിൽ കുറച്ച് സംഭവങ്ങൾ ആഡ് ചെയ്യണത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബിസ്ത എന്ന് പറയുന്ന നമ്മുടെ വറുത്ത സവോള, അതായത് ബിരിയാണിക്കൊക്കെ നമ്മൾ സവോള വറക്കില്ലേ, അതാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ ബിരിയാണിയുടെ എസൻസ് കിട്ടുന്നുണ്ട്. ആ ബിരിയാണിയുടെ എസൻസ് ഒക്കെ വളരെ കുറച്ച് മതി. ഒരു 2 ഡ്രോപ്പ് ഒറ്റിച്ച് കൊടുക്കുക. അതേമാതിരി തന്നെ കേവ്ര എസൻസ് എന്ന് പറഞ്ഞ് കിട്ടുന്നുണ്ട്. അതും 2 ഡ്രോപ്പ് ഒറ്റിച്ച് കൊടുക്കുക. പിന്നെ റോസ് എസൻസ് ഉണ്ട്. ആ റോസ് എസൻസും 2 ഡ്രോപ്പ് ഒറ്റിച്ച് കൊടുക്കുക. ഇതൊക്കെ വളരെ നിർബന്ധമാണോ എന്ന് ചോദിച്ചാൽ, നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുന്ന സമയത്ത് ആ ബോംബെ ബിരിയാണി എന്തുകൊണ്ടാണ് ഇത്ര ഫ്ലേവർഫുൾ എന്ന് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇനി ചിക്കന് വേണ്ട ഉപ്പ് മാത്രം നമ്മൾ ഇട്ടിട്ട് പുരട്ടി അങ്ങോട്ട് വെക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് തലേദിവസം തന്നെ ഞാൻ പുരട്ടി വെച്ചൊരു സംഭവമാണ്. എന്നിട്ട് അടുത്ത ദിവസമാണ് ഞാൻ ചോറ് റെഡിയാക്കി വെച്ചത്. ഓക്കെ, അപ്പോൾ ഇത് തലേദിവസത്തെ പ്രോസസ്സാണ്. അങ്ങനെ തലേദിവസം നമ്മൾ ആക്കി വെച്ചിട്ടുള്ള സംഭവം ഇതാ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഓൾറെഡി നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി നമുക്ക് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം തന്നെ ഈ ചിക്കനെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ തലേദിവസം ആക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ടുള്ള ആ ഒരു ചിക്കൻ്റെ ഉള്ളിലേക്ക് എല്ലാം പിടിച്ചിട്ട് നന്നായിട്ട് വെന്ത് നമുക്ക് നന്നായി കിട്ടും. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ചിക്കനും നമ്മൾ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മളങ്ങനെ വെന്ത് ഉടയാനൊന്നും പാടില്ല. അപ്പോൾ കുറച്ച് ഒരു ഗ്ലാസ്സോളം വെള്ളം ഞാൻ ആ പാത്രം തന്നെ ഒന്ന് ഒലുമ്പി നല്ല പോലെ ഒന്ന് വേവിക്കാൻ അവിടെ വെക്കുകയാണ്. ഇനി ബോംബെ ബിരിയാണിയിൽ അടുത്തത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിലെന്തായാലും ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ടാകും. ഒരു വലിയ ഉരുളക്കിഴങ്ങ് വലിയ പീസാക്കിയിട്ട് ഞാൻ എടുത്തിട്ട് എണ്ണയിൽ ഞാനതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ വലിയ പീസസ് ആക്കിയിട്ടുള്ള നമ്മുടെ ഉരുളക്കിഴങ്ങിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ലൈറ്റായിട്ട്. ഓക്കെ, അതല്ലാതെ പുഴുങ്ങിയ പോലെ തീരെ നന്നായിരിക്കില്ല. നേരെ മറിച്ച് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ അതിലേക്ക് ഇടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കറിയുടെ കൂടെ അത് കിടന്ന് ആ കറക്റ്റായിട്ടുള്ള വേവിൽ കിട്ടും. പ്ലസ് അത് മാത്രമല്ല, ഉടയാതെ കിട്ടും. അപ്പോൾ ബോംബെ ബിരിയാണിയിൽ ഏറ്റവും ടേസ്റ്റ് കൂടുതൽ എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉരുളക്കിഴങ്ങ് തന്നെയാണ്. അങ്ങനെ ഒരു റോസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ആക്കിയെടുത്തിട്ടുണ്ട്. വേവിക്കേണ്ട ആവശ്യമില്ല. മോൾ വശം ഒന്ന് റോസ്റ്റ് ആയാൽ മതി. അവിടെ ചിക്കനും നമ്മുടെ ഏകദേശം ഹാഫ് ഡൺ ആയിട്ടുള്ള രീതിയിലുണ്ട്. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങിനെ അതിലേക്ക് എടുത്തിട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റുന്നു. നമ്മൾ ആ ഒഴിച്ചു കൊടുത്ത വെള്ളം തന്നെയാണ്, പിന്നെ ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണ്.
എന്നിട്ട് ഈ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. ഒരു ഹാഫ് വേവ് മാത്രം മതി. എന്താ വെച്ചാൽ ദമ്മിൽ കിടന്നിട്ട് വേവും. ഇനി നമുക്ക് ദമ്മിടാൻ തുടങ്ങാം. ഒരു വലിയ പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഫസ്റ്റ് ലെയർ ഞാൻ നെയ്യാണ് കോട്ട് ചെയ്ത് കൊടുക്കുന്നത്. അതിലേക്ക് നമ്മൾ വേവിച്ച് വാർത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചോറുണ്ടല്ലോ, അതിൻ്റെ ഫസ്റ്റ് ലെയർ അതൊന്ന് ആക്കി കൊടുക്കുക. ചിലവർ ആദ്യത്തെ ലെയർ ചിക്കനാണ് ഇടുക. ഞാൻ എപ്പോഴും ചോറാണ് ഇടുക. എന്താ കാരണം എന്ന് വെച്ചാൽ അങ്ങനെ ആവുമ്പോഴേ അടി പിടിക്കാതെ ഇരിക്കുള്ളൂ. ഈ ഒരു സംഭവം നിങ്ങൾക്ക് ഓപ്ഷണലാണ്, പക്ഷേ ബോംബെ ബിരിയാണിയിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ബിരിയാണി കളർ മസാല ഹൈ ബ്രാൻഡിലുള്ളത് നല്ല പോലെ തിക്ക് പാലിലാക്കിയിട്ട് അവിടെ ആയിട്ടുള്ള രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി പാലിൽ കുങ്കുമപ്പൂവാണ്. ആ കുങ്കുമപ്പൂവും കൂടിയിട്ട് അവിടെ ആയിട്ടുള്ള രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഇത് ലെയറിംഗ് ആണ് നമ്മൾ ചെയ്യണത്. അടിയിൽ നമ്മൾ ദമ്മിനി കയറ്റും കേട്ടോ. അതായത് സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 30 to 40 minutes നമ്മൾ വെക്കും. അപ്പോൾ ഇതുവരെയ്ക്കും നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ടില്ല. ഇനി നമ്മൾ അതിലേക്ക് പുതിന, മല്ലിയില എല്ലാം ലെയർ ചെയ്യും. അതേമാതിരി തന്നെ നമ്മുടെ ബിസ്ത, നമ്മുടെ വറുത്ത ഉള്ളി ഉണ്ടല്ലോ, അതിനെയാണ് ബിസ്ത എന്ന് പറയുന്നത്. അപ്പോൾ അതും കൂടിയിട്ട് ലെയർ ചെയ്യും. പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കും. നെയ്യ് ഒഴിച്ചു കൊടുത്ത് ബിസ്തയും കൂടി ഇട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ എടുത്ത് വെച്ച് നമ്മൾ കറക്റ്റാക്കിയിട്ട് ആക്കി വെച്ചിട്ടുള്ള ഗ്രേവി ഉണ്ടല്ലോ, അതിനെ 1 ലെയർ ആയിട്ടുള്ള രീതിയിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ആക്കണം. അല്ലാണ്ട് ലെയർ ആയിട്ട് മുകളിലേക്കൊന്നും പോവില്ല. അപ്പോൾ ഒരു ലെയർ മാത്രം അരിയും ചോറും എല്ലാം ഇട്ടതിന് ശേഷം ബിസ്ത കവർ ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കറി അതിലേക്ക് കറക്റ്റായിട്ടുള്ള രീതിയിൽ ഒഴിച്ച് നിരത്തി ആ ഒരു ഇതിൽ, അതായത് പടർത്തി കൊടുക്കുക. ഓക്കെ, അതിങ്ങനെ എല്ലാം കൂടി ഒരുമിച്ച് ആവാതെ എല്ലാ ഭാഗത്തും എത്തിച്ചേരുന്ന പോലെ ഒന്ന് വിടർത്തി നന്നായിട്ട് പരത്തി കൊടുക്കുക. ഇനി നമ്മുടെ അടുത്ത ചോറ്, അതായത് അടുത്ത ലെയർ നമുക്ക് ചോറിട്ട് കൊടുക്കാം. അടുത്ത ലെയർ ചോറിട്ട് കൊടുത്തിട്ട് എന്തൊക്കെയാണോ നമ്മൾ റിപ്പീറ്റ് ചെയ്തത്, അതായത് താഴെ എന്തൊക്കെയാണോ ചെയ്തത് ഫസ്റ്റ് ലെയറിൽ, അതേപോലെ തന്നെ കളറിടുന്നു, ബിരിയാണി കളറിടുന്നു, നമ്മുടെ പാലൊഴിക്കുന്നു, അതേമാതിരി തന്നെ നമ്മുടെ മറ്റേ വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളി ഇടുന്നു, മല്ലിയില പുതിനയില ഇടുന്നു, ബിസ്ത ഇട്ട് കൊടുക്കുന്നു, എല്ലാം അതേപോലെ തന്നെ. പക്ഷേ ഒരെണ്ണം എക്സ്ട്രാ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ആ ബിരിയാണി മസാല ഉണ്ടല്ലോ, ഷാനിൻ്റെ ബിരിയാണി, ബോംബെ ബിരിയാണി മസാല, ആ മസാലയും കൂടിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ആക്കി കൊടുത്തിട്ട് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ ദമ്മിലേക്ക് കയറ്റുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ ആ ബിരിയാണി മസാലയുടെ ആ ഇത് പൊടിയിന്ന് വരുന്ന ആ ഒരു ഇത് കറക്റ്റായിട്ട് അതിലേക്ക് ഇറങ്ങും. ഓക്കെ, അപ്പോൾ ഇതിനാണ് ലാസ്റ്റായിട്ട് നമ്മൾ ബിരിയാണി മസാല ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതെന്തായാലും നിങ്ങൾ ഇട്ട് കൊടുക്കാൻ മറക്കരുത്. ബോംബെ ബിരിയാണി മസാല എന്ന് പറഞ്ഞിട്ട് തന്നെ പല ബ്രാൻഡിലും കിട്ടുന്നുണ്ട്. അത് നിങ്ങളുടെ ചോയ്സാണ് ഏതാ വേണ്ടതെന്നുള്ളത്. എനിക്ക് ഷാനാണ് ഇഷ്ടം, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഷാൻ യൂസ് ചെയ്യുന്നത്. എനിക്ക് എന്തോ പെർഫെക്റ്റ് ആയിട്ട് ആ ടേസ്റ്റ് ബ്ലെൻഡ് ചെയ്ത് വരുന്നത് ഷാനിനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അത് നെയ്യാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫോയിൽ പേപ്പർ വെച്ചിട്ട് നമ്മൾ നീറ്റായിട്ട് കവർ ചെയ്യുകയാണ്. നീറ്റായിട്ട് കവർ ചെയ്ത് നമ്മൾ അടപ്പ് വെച്ച് അടച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ 35 to 40, ഓക്കെ, 35 to 40 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമ്മളിതിനെ വെക്കും. വെച്ച് കഴിഞ്ഞ് നമ്മൾ തുറക്കുന്ന സമയത്ത് എക്സാക്ട്ലി എന്താ പറയുക, നല്ല രീതിയിൽ ഓരോ അരിയും എവിടെയും അരി ഒട്ടാതെ നീറ്റായിട്ടുള്ള ലെവലിലേക്ക് എല്ലാം ക്ലീൻ ആയിട്ടുള്ള രീതിയിലുണ്ടാവും. ഇതിപ്പോൾ 2 ഗ്ലാസ്സിനാണ് വെക്കുന്നത്. 20 കിലോനായാലും 15 കിലോനായാലും എത്ര കമ്മി ക്വാണ്ടിറ്റി ആയാലും ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റില്ല, 100% ഉറപ്പ്. ഓക്കെ, ഇനി ഒരു 45 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾ തുറക്കുന്ന സമയത്ത് ഇതുപോലെ ആയിരിക്കും നിങ്ങളുടെ ബിരിയാണി ഉണ്ടാവുക. അപ്പോൾ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമ്മുടെ അരിയൊക്കെ ആ ഒരു ഡിഫറെൻറ്റ് ലെയർ, അതായത് കളേഴ്സ് ആൻഡ് ലെയേഴ്സോട് കൂടിയിട്ട് നമ്മുടെ ചിക്കനിലൊക്കെ പിടിച്ച് നല്ല സൂപ്പറായിട്ടുള്ള ബോംബെ ബിരിയാണിയാണ് റെഡി ആയിരിക്കുന്നത്. അപ്പോൾ സെർവ് ചെയ്യുക, ഓരോരുത്തർക്കും ഇതപ്പോൾ ഞാൻ സെർവ് ചെയ്യുകയാണ്. നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും. എന്താ വെച്ചാൽ ഞാൻ യൂസ് ചെയ്ത്, ഇനിയിപ്പോൾ എല്ലാവരും ചോദിക്കും നിങ്ങൾ ഏത് ബാസ്മതി അരിയാണ് യൂസ് ചെയ്യണമെന്നുള്ളത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം 2 ബ്രാൻഡാണ്. ഒന്ന് ദാവത്ത് എന്ന് പറയുന്ന എക്സ്ട്രാ ലോങ്ങും, ഇല്ലെങ്കിൽ ഇന്ത്യ ഗേറ്റ്. ഇത് രണ്ടുമാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങളുടെ ചോയ്സ് ആയിട്ട് നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ യൂസ് ചെയ്യാം. അപ്പോൾ ഞങ്ങളുടെ ലഞ്ചായിരുന്നു. ഞാനിത് കിച്ചുവിന് അന്ന് സ്കൂളുണ്ടായിരുന്നു, മനുവിന് അന്ന് സ്കൂളുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ട് തിരിച്ച് കിച്ചുവിനെ വിളിക്കാൻ പോകുന്ന സമയത്ത് ഞാൻ അവന് കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് എല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ബിരിയാണി ചെമ്പ് പൊട്ടിച്ച് ചൂടോട് കൂടിയിട്ട് ബിരിയാണി കഴിക്കുന്ന ഒരാൾ. ഇന്ന്
മനുവിന് വേണ്ടി മാത്രം അമ്മ ഉണ്ടാക്കിയതാണ് ബോംബെ ബിരിയാണി. I've always wanted. Awesome. Amazing. Right level of spice. Biryani is an emotion, Manu. It hits everywhere. Exactly. Mama Susan, why in the small plate? I'm watching my weight. For Sorry. biryani? Biryani, you don't watch you. You don't watch your weight when you eat biryani. You just eat. Such an aroma, my goodness. Nice. Very nice. Please enjoy. I'm taking it to Kichu. Thank you. അപ്പോൾ എന്തായാലും ഉരുളക്കിഴങ്ങ് മാത്രം പെറുക്കി കഴിക്കുന്ന ഒരാൾ, ഉരുളക്കിഴങ്ങ് മാത്രം പെറുക്കി കഴിക്കുന്ന ഈ ഞാൻ, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം അതാണ്. വാവ്. Awesome. സൂപ്പർ. അപ്പോൾ നിങ്ങളും ഉണ്ടാക്കുന്ന പ്രതീക്ഷിക്കണം. സൂപ്പറാണ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. Till then, take care and bye-bye. Vinny's Kitchen.